നമുക്ക് ആവശ്യമായ എല്ലാ നടപടികളും ഈ 10 വർഷത്തിനുള്ളിൽ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കഴിയില്ല. അതിന് കാരണം ഇതൊരു സംസ്ഥാന ഗവൺമെൻറ്റാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടുകൂടി, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രം, നമ്മുടെ നികുതി പണം പോലും കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. കേന്ദ്രത്തിൻ്റെ ടാക്സ് ഷെയറാണ് നമുക്ക് ലഭ്യമാകുന്നത്, പദ്ധതി വിഹിതമാണ് ലഭ്യമാകുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അത് ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഒരു പ്രയാസം നേരിടുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ 5 ലക്ഷം വീടുണ്ടാക്കി കൊടുത്തു. ഇനിയും ഒരു 5 ലക്ഷം പേർക്ക് വീട് വേണമെന്ന് പറഞ്ഞാൽ അത് ബാക്കി തന്നെയാണ്. എന്നാൽ 5 ലക്ഷം വീട് ഉണ്ടാക്കിയത് മോശമല്ലല്ലോ, അതൊരു നല്ല പ്രവർത്തനമല്ലേ. അപ്പോൾ അതുപോലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ LDF ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിരുന്നു. ഇലക്ഷൻ്റെ പരാജയം അതിൽ നല്ല പൊളിറ്റിക്സ് ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളത് അതിൻ്റെ അനാലിസിസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഇങ്ങനെയൊരു തോൽവിയുണ്ടായി? അങ്ങനെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് CPIM ഇടതുപക്ഷ മുന്നണിയിലുള്ള മറ്റ് പാർട്ടികളോ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ എത്തിച്ചേരണമല്ലോ. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അല്ല, പൊതുവായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണെങ്കിൽ അത് ഇന്നതാണെന്ന് പറയണം. ഒരു കാര്യത്തിൽ മറ്റെല്ലാവരും പറയുന്ന ഒരു വിഷയമുണ്ട്, കേരളത്തിൽ ഇടതുപക്ഷം ക്ഷീണിക്കരുത് എന്നുള്ളത്. ഇടതുപക്ഷം തകർന്നാൽ ഇവിടെ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമല്ലോ. കേരളത്തിൻ്റെ മതേതരത്വത്തിൽ അത് നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി അടക്കം പിന്നെ നമ്മൾ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF ജയിച്ചു വന്നല്ലോ എന്ന്. അങ്ങനെയുള്ളൊരു അനുഭവമൊക്കെ കേരളം വ്യത്യസ്തമായി ചിന്തിച്ചിട്ടുള്ള ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് അത് റിക്കവർ ചെയ്തുകൊണ്ട് ഇടതുപക്ഷം വീണ്ടും വരുന്നതും കണ്ടിട്ടുണ്ട്. ഈ പരാജയം കനത്ത പരാജയമാണ് ഞങ്ങൾക്ക് നേരിട്ടത്. കാരണം 99 സീറ്റിൽ നിന്ന് വളരെ താഴേക്ക് അതിൻ്റെ 1/3 ചുരുങ്ങിപ്പോവുക എന്നുള്ളത് ഞങ്ങൾ അത്രത്തോളം പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഈ പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടറിഞ്ഞ് കേരളത്തിൽ ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റമോ തിരുത്തലോ ഉണ്ടാക്കണോ, അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇടതുപക്ഷ ആശയഗതികൾ കേരളത്തിൽ തകർന്നു പോകുന്നത് ശുഭകരമല്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. മാറ്റമോ തിരുത്തലോ വേണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ തന്നെയാണ് നല്ലത്. അല്ല, അതിലെന്താ നിങ്ങൾക്ക് സംശയം? കാരണം ഇന്ന് ജയിച്ചു വന്നവരുടെ കൂട്ടത്തിൽ സഖാവ് പിണറായി PB മെമ്പറാണ് പാർട്ടിയുടെ. PB മെമ്പർ വെച്ചുകൊണ്ട് വേറൊരാളെ പ്രതിപക്ഷ നേതാവാക്കുക എന്ന് പറഞ്ഞാലല്ലേ അസാംഗത്യം. ഞങ്ങൾക്ക് അതിലൊരു അസാംഗത്യവും തോന്നിയിട്ടില്ല. അത് പറയുമ്പോഴും ഈ ചിലർക്ക് വേണ്ടി വ്യവസ്ഥകളിൽ ഇളവ് വരുന്നു, ചിലർക്ക് വ്യവസ്ഥകളിൽ ഇളവില്ല. PB മെമ്പർ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനും ഈ വ്യവസ്ഥയിൽ ഇളവ് നൽകിയിട്ടാണ് അദ്ദേഹം PB മെമ്പറെ തുടരുന്നത്. അപ്പോൾ അത് പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ്? അതെ, അത് പ്രത്യേകിച്ച് കാരണം പറഞ്ഞിരുന്നു. അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് പ്രായപരിധി കണക്കിലെടുക്കാതെ PB മെമ്പറായിട്ട് തുടരണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവാകുമ്പോൾ അത് തുടരണോ വേണ്ടിയോ എന്നുള്ളത് PB ചേർന്നിട്ട് തീരുമാനിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ PB മെമ്പറാണ് അദ്ദേഹം. അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് തുല്യമല്ലെങ്കിലും അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ. പ്രതിപക്ഷ നേതാവിന് വലിയ പ്രാധാന്യമില്ലേ? അതാണ്. എന്നെ ഒതുക്കാനോ? എവിടെ ഒതുക്കാൻ? വാർത്തകൾ മാത്രമാണ്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സമിതിയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത്. പിന്നെ പോളിറ്റ് ബ്യൂറോ ഒരു അക്പെക്സ് ബോഡി മാത്രമാണ്. തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടേതാണ്. പോളിറ്റ് ബ്യൂറോ ആലോചിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ വെക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയാണ്. അപ്പോൾ ഏറ്റവും തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഉയർന്ന സമിതിയാണ് കേന്ദ്ര കമ്മിറ്റി. നാട്ടിൻപുറത്ത് എവിടെയോ ജനിച്ചു വളർന്ന KK ശൈലജ CPIM പോലുള്ളൊരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊരു പോക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ, അവിടെ എന്നെ ഒതുക്കിയിട്ടില്ല. ഞാൻ പിന്നെ 4 തവണ MLA ആയി, അതിലൊരു തവണ മന്ത്രിയായി. എനിക്കൊരവസരം തന്നു പാർട്ടി. MLA എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനും മന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനും അവസരമുണ്ടായി. അവിടെ എവിടെയാണ് ഒതുക്കൽ? ഇത്തവണ മത്സരിക്കുമ്പം പാർട്ടിയുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു. 2 ടേം തുടർച്ചയായിട്ട് ജയിച്ചു വന്നവർ ഉറച്ച മണ്ഡലത്തിലാണ് ഉള്ളതെങ്കിൽ അത് പിന്നെ ഒഴിവാകണം. എന്നിട്ട് അവിടെ പുതിയ ആളെ കൊണ്ടുവരണം എന്നാണ്. അതനുസരിച്ച് കണ്ണൂർ ജില്ലയിൽ ഞാനും AN ഷംസീറും, അവിടെ ഇപ്പം ഞങ്ങളല്ല വേറൊരാൾ മത്സരിച്ചാലും ജയിക്കും, ഞങ്ങൾ മത്സരിച്ചാലേ ജയിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒഴിവായി. പിന്നെ പാർട്ടി ഒരു പ്രത്യേക തീരുമാനം എടുത്തു, ശൈലജ ടീച്ചറും കൂടി മത്സര രംഗത്തുണ്ടാവുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ പേരാവൂർ മണ്ഡലത്തിൽ ടീച്ചർ മത്സരിക്കണം, നമുക്ക് മത്സരിച്ചിട്ട് ജയിക്കാൻ പറ്റുമെന്നൊരു പരീക്ഷണം നടത്താം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ അതാണ്, അതൊരു ഒതുക്കലല്ല.
അവിടെ പോയി ഞങ്ങൾ കമ്മിറ്റിക്കകത്ത് മത്സരിക്കേണ്ടെന്ന് കമ്മിറ്റി തീരുമാനിച്ചാൽ മത്സരിക്കേണ്ടതിന് അല്ല നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം വെച്ച് എനിക്ക് മത്സരിക്കണമെന്നോ എന്നാൽ പാർട്ടി കൂട്ടായിട്ടൊരു തീരുമാനിച്ചാൽ ഞാൻ മത്സരത്തിന് ഇല്ലെന്നോ പറയാൻ സാധാരണഗതിയിൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ആരും തയ്യാറാവില്ല. അപ്പോൾ പാർട്ടി കൂട്ടായിട്ടെടുത്ത തീരുമാനമാണത്. ഞാൻ മത്സരിച്ചു, നന്നായി ശ്രമിച്ചു. പക്ഷേ അത് UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് 15 വർഷമായിട്ട് അവിടെ MLA ആണ്. അവിടെ ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമൊന്നും അല്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ നന്നായിട്ടൊരു മത്സരം കാഴ്ചവെച്ചു. നല്ല മത്സരമായിരുന്നു.